അങ്ങനെ ചുള്ളിക്കമ്പ് പറക്കി നടക്കുന്നുണ്ട് രണ്ട് പ്രാന്തോ, ഒരു പ്രാന്തിനും ഒരു പ്രാന്തിയും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ചുറ്റിനുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ ക്യാമ്പ്, ഇതാണ് നമ്മുടെ സൈറ്റ്. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പുകൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇതിന് താഴെ കൊക്കയാണ്, വീണ് കഴിഞ്ഞാൽ ആള് പോവും. അതുകൊണ്ട് ഞാൻ ഒരുപാട് റിസ്ക് എടുക്കുന്നില്ല. ടൈഗർ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കപ്പിൾസ് നമുക്ക് ഹൽവേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പല ഭാഗത്തായിട്ടും കഞ്ചാവിൻ്റെ ചെടികളുണ്ട്. ഞാൻ ഫോൺ വഴിക്കുന്ന കാണുകൾ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പുവാബോ എന്നൊരു സ്ഥലത്താണ്. എൻ്റെ തൊട്ട് ബാക്കിൽ അൻഷു, ഹീസ് അൻഷു ഫ്രം ഹിമാചൽ പ്രദേശ്. ഇങ്ങനെ ഈ കാടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവിടെ നിന്ന് പരിചയപ്പെട്ടാണ്. എനിക്കിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്, ടെൻ്റ് അടിക്കാൻ വേണ്ടി നല്ല സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഇന്നത്തെ കാഴ്ച പറയുന്നത് നല്ല മനോഹരമായ കാടിൻ്റെയും നമ്മുടെ ഹിമാചൽ പ്രദേശിൻ്റെ പുവാബോ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ എന്നും പറഞ്ഞോളൂ, എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ് ഏഞ്ചൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ചുറ്റിനുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അൻഷു, ഷിംലക്കാരനാണ്. ആളുടെ ഗേൾ ഫ്രണ്ടുണ്ട് ഇവിടെ കൂടെ. ആൾ താഴെയായിട്ട് സ്റ്റേ ചെയ്യുന്നത്. ആൾ കുറച്ച് വെയിലുവെള്ളം അടിച്ചായതുകൊണ്ട് പുറത്ത് വന്നില്ല. പിന്നെ നമ്മുടെ കൂടെ ഒരു ചെക്കനുണ്ട്. കം, ദിസ് ഈസ് ഗൂഗിളി. എൻ്റെ പേരാണ് ഗൂഗിളി. ആൾ പാവാണ്. ഇതൊക്കെ എന്ത് മനോഹരമുള്ള സ്ഥലമാണ്. ഓക്കെ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇനിയും കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂ പോയിൻ്റ്, ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. ഈ ബ്രോ നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഓ എൻ്റെ മോനെ, കം വാച്ച് സ്റ്റെപ്പ്. ഓക്കെ, കണ്ടോ പോകുന്ന വഴികളുണ്ടോ? ഓ, സത്യം പറഞ്ഞാൽ ഇങ്ങേരും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, കാലങ്ങളിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇങ്ങനെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. സമയം എൻ്റെ അതേ ഏജുള്ളൂ നമ്മുടെ അൻഷുവിന്. ഓ, ഇത് നോക്ക് ഗൈസ്, അതിൻ്റെ മേലെ സ്ഥലമുണ്ട്. ഇത് നോക്കിയേ, എന്ത് മനോഹരമുള്ള സ്ഥലമാണ്. ഇവിടെ കുറേ ചെന്നായ്ക്കളും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്യാമ്പ് അടിക്കാൻ കഴിയില്ല. നമുക്ക് താഴെയാണ് ക്യാമ്പ് അടിക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ നമുക്കിത് അതുപോലെ ബസ്സൊക്കെ പോകണമെന്ന് കാണാൻ കഴിയും. അതിഗംഭീരമായ ഒരു സ്ഥലം. നമ്മുടെ ഗൂഗിൾ ഇതായിരിക്കുന്നുണ്ട് അവിടെ. അല്ല ഗൂഗിൾ, കം കുറച്ച് ആളുകൾ ഇതാ ഡ്രമ്മൊക്കെ തൂക്കിയിട്ട് വരുന്നുണ്ട് ഇവിടെ. ഓ അയ്യോ, ഇതൊക്കെ ഗവൺമെൻറ് പ്ലേസാണ്. സത്യം പറഞ്ഞാൽ താഴെ ചോദിച്ചപ്പോൾ ഇവിടെ അലോഡല്ല പറഞ്ഞു. പിന്നെ ഇവരെ കണ്ടുമുട്ടി, രണ്ടുപേരെ ഞാൻ മറ്റാളെ പരിചയപ്പെടുത്തി തരാം. എനിക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയില്ല. ഞാൻ അത്രത്തോളം ഹാപ്പിയാണ്. ലുക്ക് അറ്റ് ദ മൗണ്ടെയിൻ. നൈസായിട്ടില്ലേ? എൻ്റെ മോനെ, എൻ്റെ തൊട്ട് പുറകെ നോക്കിയാൽ വലിയൊരു എന്താ പറയുക, കൊക്കയാണ്, ഒരു ഗർത്ത് പറയാം. അവിടെ ദൂരെയായിട്ട് കുറേയധികം സിറ്റികളും കാര്യങ്ങളും കാണാൻ കഴിയും. ഇത് നോക്കിയാൽ നിങ്ങൾ, എന്തൊരു ഭംഗിയാണ് ഗൈസ്. അയ്യോ സുഹൃത്തുക്കളെ, നമ്മളിതാ അവിടുന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്ര കിലോമീറ്റർ? 7.9 കിലോമീറ്ററാണ് നമ്മൾ അവിടുന്ന് ഇവിടം വരെ വന്നത്. എനിക്കിതാ ഈ പടിയുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഈ സ്ഥലങ്ങൾ ഇത്രയും കാണാൻ അവസരം കിട്ടിയത്. അങ്ങനെയുണ്ട് സ്ഥലം, ഇഷ്ടപ്പെട്ടോ? ആളു സാറാട്ടോ, വാ നമുക്ക് പേടിച്ചിട്ട് ഇത്ര നേരം എൻ്റെ ഒപ്പം കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്ത് പറ്റി എനിക്ക്? എന്ത് പറ്റി? അപ്പോൾ ഗൂഗിളും നമ്മുടെ ബടിയും ഞാനും ചേർന്നിട്ട് ഇതാ ഈ ഒരു മല കീഴായിട്ടിരിക്കുകയാണ്. ഇനി ഇതാ അതിൻ്റെ മേലെ കയറാട്ടോ. അവിടെ നല്ല വ്യൂ ആയിരിക്കും. നിങ്ങൾ പറയും ഇത് വ്യൂ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത്രയും ദിവസം ഡൽഹിയിൽ കിടന്ന് കറങ്ങിയിട്ട് ആ സിറ്റിയും ഒച്ചപ്പാടും ബഹളവും സൗണ്ടും ആ ഒരു തിരക്ക് പിടിച്ച ആ ലോകത്ത് നിന്ന് ഇത്രയും ശാന്തമായ സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഹാപ്പിനെസ് വേറെയാണ്. ഓക്കെ, ഇതിൻ്റെ താഴെ കൊക്കയാണ്, വീണ് കഴിഞ്ഞാൽ ആൾ പോവും. അതുകൊണ്ട് ഞാൻ ഒരുപാട് റിസ്ക് എടുക്കുന്നില്ല. ഇതിൽ ഞാൻ എങ്ങനെ വർണ്ണിക്കിയത് നോക്കി. താഴേക്ക് ഇഷ്ടംപോലെ വരമ്പുകളാട്ടോ. നോക്കാം, ഇഷ്ടംപോലെ വരമ്പുകളാണ്. ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. ഞാൻ അത്രത്തോളം എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മലയിൽ കാണുന്ന ഫുള്ള് പൈൻ മരങ്ങളാണ്. കാണുന്ന ഫുള്ള് പൈൻ ട്രീസ് ആണ്. താഴേക്ക് കുറച്ച് സാധാരണ മരങ്ങൾ കാണാൻ കഴിയുള്ളൂ. നമ്മൾ വരുന്ന വഴിയൊക്കെ കണ്ടത് ഇതൊക്കെ ഫുള്ള് പൈൻ മരങ്ങളാട്ടോ. താനേ മുളച്ച് വരികയാണ്, ആരും കുത്തിയിട്ടൊന്നുമല്ല. ഇവിടെ അത് തണുപ്പ് സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നൊരു മരങ്ങളാട്ടോ പൈൻ മരങ്ങൾ പറയുന്നത്. അവിടെയും കുറേ ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? അതിൻ്റെ മേലെ നോക്കി അതിനെക്കാളും ബെസ്റ്റ് വ്യൂ ആയിരിക്കും. നമുക്ക് പോയി നോക്കാം. ഓക്കെ,
അമേസിങ്. നമ്മൾ വന്ന വഴിയാട്ടോ, നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമ്മൾ അവിടുന്ന് അങ്ങനെ വന്ന് ഇതങ്ങനെ ഇവിടെ എത്തി, ഇവിടുന്ന് മല കയറി നേരെ അവിടെ എത്തിയിട്ടോ. പിന്നെ സുഹൃത്തുക്കളെ വേറെ കാര്യം പറയുന്നുണ്ട്, നമ്മൾ നിൽക്കുന്ന ചുറ്റുപാട് പല ഭാഗത്തായിട്ടും കഞ്ചാവിൻ്റെ ചെടികളുണ്ട്. ഞാൻ ഫോൺ വഴിക്ക് കാണുകയിൽ കാണിച്ചു തരാം. ഇവിടെ ഇതൊക്കെ ഭയങ്കര കോമൺ ആണ്, അതായത് എല്ലായിടത്തും കഞ്ചാവിൻ്റെ ചെടികൾ കാണാൻ കഴിയും. ആരും അങ്ങനെ വലിക്കണമെന്നൊന്നും കാണാൻ കഴിയില്ല, ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ഇവിടെ ഫുൾ കോമൺ ആട്ടോ, എല്ലായിടത്തും കാണാൻ കഴിയും. അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, ആരും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ അത് സംഭവം കാടാണ്, അപ്പോൾ പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ, അത്രത്തോളം ഉണ്ടാവും. നമ്മുടെ നാട് പോലെ ഒന്നല്ല. അവിടെ പോയി ആളെ വീഡിയോ വലിച്ചെടുക്കുന്നു കേട്ടോ, വീഡിക്കാരനാണ് ആള്. ഗൂഗിള് ഭയങ്കര തുള്ളിച്ചാടി കളിച്ചിട്ട് ഹാപ്പിയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വാട്ട് ഈസ് ദിസ് സ്റ്റെപ്സ് ലുക്ക് ലൈക്ക് എ സ്വിമ്മിംഗ് പൂൾ ബ്രോ. നോട്ട് എ സ്വിമ്മിംഗ് പൂൾ, ലൈക്ക് എ സ്മോൾ പോണ്ട്. ഇവിടെ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ സംഭവം കാണാൻ കഴിയും. അവിടെ എന്തൊക്കെ പരിപാടി വരുമായിരിക്കും ഭാവിയിൽ, ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഭാഗമായിരിക്കും. കണ്ടില്ലേ, നമ്മളിതാ അവിടുന്ന് തിരിച്ചിതാ വേറെ മലേൻ്റെ മണ്ടയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഗവൺമെൻറ് ഏരിയ ആണ് കേട്ടോ. ഇവരുള്ള കാരണം കൊണ്ട് എനിക്കിവിടെ എന്താ പറയുക എത്തിച്ചേരാൻ കഴിഞ്ഞെന്നുള്ളൂ. നമ്മുടെ ഗൂഗിളിൽ കൂടെ തന്നെ ഉണ്ട്. ഗൂഗിൾ ഭയങ്കര സ്മാർട്ടാട്ടോ, ആൾ ഭയങ്കര ഉഷാറാണ്. ഇടയ്ക്കൊരു പേടിയാണ്, പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആൾ പേടിക്കും, പക്ഷേ വിളിച്ചാൽ വരികയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എവിടെ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ ഇതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ ടോട്ടൽ 360 വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ആ ഭാഗത്ത് ഫുള്ള് കാണില്ല, ഫുള്ള് ഫോഗാണ്. ദെൻ ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള വ്യൂസ് കിട്ടും. ആൻഡ് അവിടെ കുറേയധികം കെട്ടിടങ്ങളും കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ടോ. ഒരു അതിഗംഭീരമായ സ്ഥലത്താണ്. ശരിക്കും നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ. ഓ, എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ആസ്വദിക്കേണ്ട ഒരു കാര്യമുണ്ടോ. ഇനിയും അതൊക്കെ നല്ല ഹൈയായിട്ട് നമ്മൾ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഹൈറ്റിൽ ഉള്ള സ്ഥലങ്ങളാട്ടോ കാണുന്നതൊക്കെ. കണ്ടില്ലേ, നമ്മൾ നിൽക്കുന്നതിനേക്കാളും എത്രയോ ഹൈറ്റാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈറ്റായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുമ്പോൾ, നല്ലൊരു മല എന്ന് പറയുമ്പോൾ ലൈക്ക് അതാണ് കേട്ടോ. ആ കാണുന്നതാണ് ഏറ്റവും ഹൈറ്റായിട്ടുള്ളൊരു മല എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞ് താഴെ പോയിട്ട് പോണ വഴിക്കുള്ള കുറച്ച് നല്ല കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം നോക്കാം. അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് രാത്രിത്തെ പരിപാടി എല്ലാം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ പോകുന്ന വഴികൾ പറയുന്നത്. കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെയുള്ളൊരു ഫോറസ്റ്റിൻ്റെ നടുക്കായിട്ടുള്ളത് കണ്ടോ. നല്ല രസമുള്ള വഴികളാണ്. പിന്നെ ഇതുപോലെ ബൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടില്ലെങ്കിൽ പണി കിട്ടും. ഒരു മൈലാഞ്ചി ചെടികളുണ്ട് കേട്ടോ, കാരണം ഇഷ്ടംപോലെ മൈലാഞ്ചി ചെടികൾ സൈഡിൽ ഇഷ്ടംപോലെ അങ്ങനെ കാണാൻ കഴിയും. കാരണം മുള്ളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കി വന്നില്ലെങ്കിൽ പണി കിട്ടും. അത് ഫുള്ള് പൈൻ മരത്തിൻ്റെ ആ ഒരു ഇലകൾ വീണിട്ടുള്ള വഴികളാണ്. വഴുക്കും ഈ ഇല കാണുന്ന പോലെയല്ല, ഭയങ്കര വഴുക്കലാണ്. ഇതുണ്ടല്ലേ, നമ്മൾ നടന്നപ്പോൾ എവിടെ എത്തിയെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. വഴി അതാണ്, അടിപൊളി കേട്ടോ. അവിടെ പൈൻ മരത്തിൻ്റെ ഇതുപോലത്തെ കുറേയധികം പൈനിൻ്റെ ആ ഒരു വിത്തില്ലേ കൊഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടോ നമ്മൾ പുറത്തിങ്ങനെ മറ്റേ മിനുക്കി പോളിഷ് ചെയ്തിട്ട് വിൽക്കുന്ന ഈ സാധനങ്ങളാട്ടോ. കണ്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ. ഈ സാധനമാണ് അവർ എന്താ പറയുക മിനുക്കി റെഡിയാക്കിയിട്ട് പോളിഷ് ചെയ്തിട്ട് വിൽക്കുന്നത്. എങ്ങനെ ഒരു 10, 100, 120 രൂപ 150 രൂപയാണ് അവർ ഈ സാധനത്തിന് ചാർജ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടത് കുഞ്ഞു മരങ്ങൾ ഇനി ഭാവിയിലൊക്കെ ഇതുപോലെ വലിയ മരം കിടക്കുന്നേ ഉള്ളൂ. കുറേയധികം പൂമ്പാറ്റകളുണ്ട് കേട്ടോ ഇവിടെ. പൂമ്പാറ്റകൾ കളർ ചിത്രശലഭങ്ങൾ ഇതിനുള്ളിൽ പാറി നടക്കുന്നുണ്ട്. കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. വരുമ്പോൾ പെട്ടെന്ന് എത്തിയ പോലെ തോന്നി, പക്ഷെ ഇത് ഭയങ്കര ലോങ് ആയിട്ട് തിരിച്ച് വരുമ്പോൾ. അയ്യോ, നമ്മളങ്ങനെ എത്തി ഗൈസ്. അയ്യോ, താഴെ കണ്ടില്ലേ ശരി റോഡൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നല്ലൊരു വഴിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല അതിഗംഭീരമായ ഒരു ഫോറസ്റ്റാണ്. നമ്മളത് എത്തിയിട്ടോ. ഇവിടെ ആളുകൾ കുറേ പണിയെടുക്കുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് കത്തിച്ചിട്ട് ചാരമൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വഴി പറഞ്ഞു തരാം, എങ്ങനെ ഇവിടെ എത്തണമെന്ന് നടന്നു പോയി. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അപ്പുറത്ത് നിന്നാ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താട്ടോ നമ്മുടെ ഹോം സ്റ്റേ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ടൈഗറു. ബാ നമ്മളിതാ ഇവിടെയാണ് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിങ് ഇവിടെയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്യാമ്പൊക്കെ അടിക്കട്ടെ, എന്നിട്ട് ഇവിടുത്തെ നൈസ് വ്യൂ ഒക്കെ കാണിച്ചു തരാം. നല്ല സ്ഥലം കേട്ടോ, ക്യാമ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമുക്കിതാ ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്യാം. അങ്ങനെയുണ്ട് പ്ലേസ്, നൈസ് അല്ലേ? വ്യൂ ഉണ്ടല്ലേ ഇവിടുന്ന്, അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അവിടെ കുറച്ച് ടീംസ് വോളിബോൾ കളിക്കുന്നുണ്ട്. ഇവനാണ് നമ്മുടെ ടൈഗറു. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ? നല്ലൊരു സൺഡൗൺ ആണ് കാണാൻ വേണ്ടി പോകുന്നത്.
ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ക്യാമ്പൊക്കെ അടിച്ചു കഴിഞ്ഞു. ഭയങ്കര ചുക്കി ചുളുങ്ങിയിട്ടായിരിക്കുന്നു നമ്മുടെ ടെൻ്റൊക്കെ മടക്കി വെച്ചിട്ട് കുറേ ദിവസമായി. അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ക്യാമ്പ്, ഇതാണ് നമ്മുടെ സൈറ്റ്. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പുകൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇതാ നമ്മുടെ 2 സുഹൃത്തുക്കൾ ഇത് അവിടെ നിന്ന് വരുന്നുണ്ട് കണ്ടോ. കൂടെ ടൈഗറും ഉണ്ട്, പിന്നെ ഗൂഗിളും ഉണ്ട് കേട്ടോ. അവരിത് അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മളിതാ ക്യാമ്പൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, അതാ ആ ഭാഗത്തും ക്യാമ്പൊക്കെ അടിക്കാനുള്ള കുറേ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ആളുകൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന കേട്ടോ. ഇവിടെ കുറേ കണ്ടില്ലേ കരിൻ്റെയൊക്കെ. ഇവിടെ ക്യാമ്പ് ഫയർ ചെയ്ത സ്ഥലങ്ങളാണ്. നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ചുറ്റിനും കാട്, ഫുള്ള് പൈൻ മരങ്ങളാണ് കേട്ടോ. എനിക്കിതാണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ ദാ സൂര്യേട്ടൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സമയമായി. ഇത് നമ്മുടെ ഗൂഗിൾ ഓടി വരുന്നുണ്ട് കേട്ടോ. ഗൂഗിൾ ഓടി വരുന്നുണ്ട്, കൂടെ നമ്മുടെ 2 ചെങ്കുകളായിട്ടുള്ള സുഹൃത്തുക്കൾ വരുന്നുണ്ട്. ഹായ് ഗൈസ്, ഇതാ വരുന്നുണ്ട് 2 പേര്. അയ്യോ. You're making a vlog? Yeah, I'm making a vlog. Hi. Hi. Introduce Hi to yourself. everyone. Huh? Introduce yourself. Kya? Introduce yourself. Introduce yourself. Yeah. Acha. I'm Shrija and Ah. I just met this guy and Then super what nice. happened? Super nice. Super nice. आप कुछ बोलिए. Oh, you already मैं tried. पहले बोल दिया. You're taking him on your vlog. I don't know if it will. ഇത് നമ്മുടെ ടൈഗറു ഇപ്പം കുറച്ച് ജമ്മട്ട സൈസാട്ടോ, കാണാൻ വരുന്നില്ല. ആൾ പാവമാണ്. ഫസ്റ്റ് എന്നെ കണ്ട് കുറച്ചു കേട്ടോ. എന്നെ കണ്ട് കുറച്ചു. പിന്നെ ഇപ്പോൾ എന്നെ റെഡി ആയപ്പോൾ കുര നിർത്തി. അപ്പോൾ നമ്മുടെ ഗൂഗിളു ആൾ നമുക്ക് എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓടിച്ച് ഹൽവ. Eat it. വാവ്. നമുക്കതാ നമ്മുടെ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കപ്പിൾസ് നമുക്കിതാ ഹൽവയെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. गरीब सही से बैठ जा. ഹലോ ടൈഗർ, ഗൂഗിളു. ഇപ്പം കുറച്ച് കുത്തുകട കൂടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്നുണ്ടല്ലേ ചുള്ളിക്കമ്പും വർക്കിട്ട് ക്യാമ്പ് ഫയർ ചെയ്യാൻ വേണ്ടി ചുള്ളിക്കമ്പ് വറക്കാൻ നടക്കണം കേട്ടോ. ഇവിടെ വലിയ വറകൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ചുള്ളിക്കമ്പ് വറക്കി നടക്കുന്നുണ്ട് 2 പ്രാന്തോ, ഒരു പ്രാന്തിനും ഒരു പ്രാന്തിയും. 2 ഉണ്ട് ഇവിടെ ഓടിക്കളിക്കണേ. 2 hours later. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ. ഇപ്പോഴും സംഭവം ഇനി ഇരുട്ടില്ല, 7 മണി കഴിഞ്ഞു, ഇപ്പോഴും ഇരുട്ടിയിട്ടില്ല കേട്ടോ. 2 സുഹൃത്തുക്കൾ എൻജോയ് ചെയ്യണ്ട കേട്ടോ ക്യാമ്പ് ഫയർ. അവർ ഫസ്റ്റ് ടൈമാണ്. കണ്ടില്ലേ ക്യാമ്പും ക്യാമ്പ് ഫയറും. ചുറ്റിനും നല്ല അതിമനോഹരമായിട്ടുള്ള കാട്, പക്ഷേ സേഫാണ് കേട്ടോ. അവിടെയാണ് വീടുകൾ. താഴെ കുറേ വീടുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ ലൈറ്റ് ഉണ്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ये पंडितन मेकिंग है ना. चुप. ओम क्लीं 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 चामुंडाय हकीम सूर्यांशाय नमः. अरे यार, अरे सॉरी पंडित तो पूजा खत्म ही कर देगा एक ही बारी में. अरे पाइन का है यार. हेलो क्या मिट्टी है? मिट्टी है क्या? मिट्टी सॉइल सॉइल नहीं देना. नो. क्यों? ओनली सॉइल देने से क्या होता है? जलेगी थोड़ी मिट्टी. ओ You can throw only this thing, okay? Yeah. Okay. नहीं ये भी नहीं है, मिट्टी छोटी होती है. हेलो गुड नाइट गाइस. आप सब सो जाओ व्लॉग देखते कोई लाइक शेयर सब्सक्राइब मत करो. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ക്യാമ്പ് ഫയർ ജസ്റ്റ് ഒന്ന് അണച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ഇവരുടെ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു വ്യൂ കാണിച്ചു തരാം. നമ്മുടെ ഷിംലയാണ് ആ കാണുന്നത്, ഷിംല നഗരം. നോക്കിയേ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിൽ ക്ലിയറായിട്ട് കാണുന്നില്ല. ഒരു ക്യാമറയ്ക്ക്, ഒരു മൊബൈൽ ക്യാമറയ്ക്ക് എത്രത്തോളം പകർത്താൻ പറ്റും അതുമാത്രമേ പകർത്തുന്നുള്ളൂ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് അതിസുന്ദരമായൊരു കാഴ്ചയാണ്. എനിക്കിതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഞാൻ കാണിച്ചു തരാം. ഞാനിത് മാക്സിമം ഹൈ ക്വാളിറ്റിയിൽ 4K ഇട്ടാട്ടോ എടുക്കുന്ന വീഡിയോ. ഇതിൻ്റെ അപ്പുറം എനിക്ക് എന്താ പറയുക ഒരു കാഴ്ച കാണിച്ചു തരാൻ കഴിയില്ല. ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കട്ടെ. അവിടെ ഇതാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലം. ഇതാണ് ഇവരിൻ്റെ റൂം എന്ന് പറയുന്നത്. ഞാൻ ഉള്ളിലോട്ട് പോകുന്നില്ല, കുറച്ച് കച്ചറ കിടക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരിൻ്റെ റൂം. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അതിഗംഭീരമായ കാഴ്ച എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് കേട്ടോ. ഇവിടെ 2 അടി വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെത്തും. രാവിലെയായി ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഇതാണ് നമ്മുടെ ടെൻറ്റ്. അതായത്
ഇങ്ങനെ സംഭവം ഉണ്ടായി. അതായത് അവിടെ ആയിരുന്നു ഞാൻ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗവൺമെൻറ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന കുറച്ച് പിള്ളേർ വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് അവിടെ താമസിക്കേണ്ട, അത് ഗവൺമെൻറ് ഏരിയയാണ്, ഒരു കാര്യം ചെയ്യ് നമുക്ക് നമ്മുടെ സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, എന്നെ അവിടെ നിന്ന് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ടെൻ്റൊക്കെ എടുത്ത് സഹായിച്ച് നേരെ ഇവിടെ കൊണ്ട് ക്യാമ്പ് അടിക്കാൻ വേണ്ടി അവർ സഹായിച്ചു കേട്ടോ. നല്ല അടിപൊളി ഇവിടുത്തെ മനുഷ്യന്മാർ, ഒന്നും പറയാനില്ല, വേറെ ലെവല്. ഒരു നല്ല തങ്കപ്പെട്ട സ്വഭാവങ്ങളാണ് കേട്ടോ എല്ലാവർക്കും, ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ രണ്ടുപേരും നല്ല പരിചയപ്പെട്ടു. അവർ ഒരു രക്ഷയില്ല, സ്നേഹിച്ച് കൊല്ലുന്ന ഒരു ടൈപ്പായിട്ട് അവർ. പിള്ളേർ ഇന്നലെ കുറേ ഹെൽപ്പ് ചെയ്തു, ടെൻറ്റ് കൊണ്ടുവരാനും ഇവിടെ സ്റ്റേ ചെയ്യാനും. ഇവിടെ ഓൾറെഡി ഒരു ടെൻറ്റ് ഉണ്ട്, കണ്ടില്ലേ, ഇതൊരു 4% ടെൻറ്റാണ്, 4 പേർക്ക് കിടക്കാൻ പറ്റിയ വലിയ ടെൻറ്റാണ്. ഇത് നമ്മുടെ 2% ടെൻറ്റാണ്, കണ്ടില്ലേ. ഇവിടെ ഒരു ടെൻറ്റ് ഉണ്ട്. ഇവിടെയാണ് ഇന്നലെ 2 ചെറുക്കന്മാർ ഇവിടെ ഇന്നലെ കടന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗൂഗിളിൽ വരുന്നുണ്ട്. ആ മൈൻഡ് ചെയ്യുന്നില്ല കൈസ്, നോക്ക് ഞാൻ പോയി. അപ്പോൾ ഗൂഗിളിനെ കണ്ടു, ടൈഗറിനെ കാണാനല്ല, ടൈഗർ നല്ല ഉറക്കത്തിലാണ് തോന്നുന്നു. ഞാനിവിടെ താമസിച്ചത് കണ്ടോ, അതാണ് വീട് പറയുന്നത്. ഇവർ ഇവിടെ വീടുണ്ട്, മേലെയുണ്ട്, ചുറ്റിനും വീടുകളാണ്. ഇതൊരു ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്, അവിടെ കണ്ടോ, ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെയൊക്കെ ഫുള്ള് വീടുകളാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്, കണ്ടില്ലേ, അതിഗംഭീരമായ കാഴ്ച കേട്ടോ. ഇപ്പോൾ വെയിൽ ഇത്ര നേരം ചെറിയൊരു ഫോഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫോഗ് പോയി തുടങ്ങി. ഇനി ഇവിടുന്ന് ദൂരെ യാത്രയുണ്ട്, കസോളിലോട്ട് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇവിടെ നേരെ ഷിംല റിട്ടേൺ പോയി ഷിംലയിൽ നിന്ന് വണ്ടി കിട്ടുമെന്ന് നോക്കണം. കാരണം ഇവിടുന്ന് കസോളിലോട്ട് ഇനിയും 100-200 കിലോമീറ്ററോളം യാത്ര ഉണ്ട്. അപ്പോൾ കസോളിലോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ അതിഗംഭീരമായ കാഴ്ചകൾ കാണാം. കസോളിൽ നിന്ന് വേറെ സ്ഥലമുണ്ട്, അവിടെയും പോകണം, അതും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത്രയും നല്ല മനോഹരമായ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയണേ. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ മറക്കണ്ട. ഇനിയും ഒരുപാട് യാത്രകൾ പോകാനുണ്ട്, എന്നോടൊപ്പം നിങ്ങളും യാത്ര ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി എന്താ പറയുക, ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.